സുഹൃത്തുക്കളെ, ഞാൻ അഡ്വക്കേറ്റ് കെ എൻ മോഹൻദാസ്. നമുക്കറിയാം, നമ്മുടെ നാട്, നമ്മുടെ ജീവന് തുല്യമാണ്. നമ്മുടെ നാട്, നമ്മുടെ രാജ്യം, ഭാരതം എന്ന് പറയുന്നത് നമുക്ക് ജീവന് തുല്യമാണ്. നമ്മളെ പ്രസവിച്ച് വളർത്തിയ അമ്മയ്ക്ക് തുല്യമാണ് നമ്മുടെ നാട്, ഭാരതാംബ. ഇവിടെ രൂപപ്പെട്ടു വന്നൊരു സംസ്കാരം നമുക്കുണ്ട്. ആ സംസ്കാരം മഹർഷിമാരിൽ നിന്ന്, ഋഷിമാരിൽ നിന്ന് കിട്ടിയ സംസ്കാരമാണ്. അതുകൊണ്ടാണ് ആർഷഭാരത സംസ്കാരമാണ് നമ്മുടെ സംസ്കാരത്തിൽ സ്വാധീനിച്ചിട്ടുള്ള പ്രധാന ഘടകം. മറ്റു പലതും ഉണ്ട്, അത് വേറെ കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആർഷഭാരത സംസ്കാരമാണെന്ന് നാം അഭിമാനം കൊള്ളുന്നത്. ആ ആർഷഭാരത സംസ്കാരത്തിൽ ഋഷീശ്വരന്മാർ നമ്മെ പഠിപ്പിച്ച ഒന്നാണ് പരമപ്രധാനമായ പ്രാധാന്യം കൊടുത്ത് സത്യം എന്നത്. സത്യം നമുക്കറിയാം. പല യുഗങ്ങളെക്കുറിച്ച് പറയുന്നതിൽ സത്യയുഗത്തെക്കുറിച്ച് ആദ്യ യുഗമാണ് സത്യയുഗം എന്നാണ് വെപ്പ്. അതിനുശേഷമാണ് കൃതയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും ഇപ്പോഴത്തെ കലിയുഗവും എന്നാണ് സങ്കല്പം. ആ സങ്കല്പം നിൽക്കട്ടെ. അപ്പോൾ സത്യം എന്നത് തീർച്ചയായും മാനവരാശി കൈക്കൊള്ളേണ്ട ഒരു വലിയ സ്വഭാവവിശേഷമാണ്. നമ്മൾ ഓരോ പക്ഷിമൃഗാദികളെ പരിശോധിച്ചാൽ, ഇതര ജീവജാലങ്ങളെയൊക്കെ നോക്കിയാൽ അവരെല്ലാം സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായിട്ടാണ് അവരെല്ലാം ജീവിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ യാതൊരു പോറൽ വെക്കാതെ അവരുടെ തലമുറകൾ അതുപോലെ നിലനിൽക്കുന്നു. എന്നാൽ മനുഷ്യൻ ഏറ്റവും ശ്രേഷ്ഠമായ ജീവി, ഇത്രയും പുരോഗമിച്ച ഒരു സമൂഹം, ഈ ആധുനിക സമൂഹം, ഇന്ന് നമ്മൾ സത്യത്തിൽ നിന്ന് അകന്നകന്നു പോവുകയാണോ എന്ന് നാം നോക്കേണ്ടതുണ്ട്. അതിന് നമ്മെ സ്വാധീനിക്കുന്നത്, ഇന്ന് അക്കാര്യത്തിൽ കുറ്റവാളികളായി നമുക്ക് മുന്നിൽ നിർത്താൻ കഴിയുന്നത് ആ കുറ്റവാളികൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. ആ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വവും നമ്മൾ ഗൗരവമായി കാണണം. അതിനോടൊപ്പം അതിൻ്റെ കൂടി ഭാഗമായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ മീഡിയകളെ നമ്മൾ പരിശോധിക്കണം. സത്യത്തിന് എന്താണ് പ്രസക്തി? സത്യം ജനങ്ങളിൽ എത്തിക്കാൻ മീഡിയകൾക്ക് കഴിയണം. സത്യം പുലരാൻ നമ്മുടെ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മുടെ നേതാക്കന്മാർക്ക് കഴിയണം, നമ്മുടെ മന്ത്രിമാർക്ക് കഴിയണം, നാം രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയണം. അങ്ങനെ വന്നെങ്കിലേ അപ്രകാരം ഒരു സമൂഹത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊരു വാർത്ത നമുക്കറിയണമെങ്കിൽ, ഒരു വിശേഷം നമുക്കറിയണമെങ്കിൽ നമ്മൾ 5 or 6 പത്രങ്ങൾ നോക്കേണ്ടി വരും. ഈ 6 പത്രങ്ങൾ നോക്കിയാലും ചിലപ്പോൾ സത്യം അറിയത്തില്ല. അതുപോലെ തന്നെ ചാനലുകൾ, എത്രയോ ചാനലുകൾ, വാർത്താ ചാനൽ മാറ്റി നോക്കിയിട്ട് നമ്മുടെ അവിടെ റിസർച്ച് ചെയ്ത് വേണം സത്യം എന്താ എന്ന് തിരിച്ചറിയാൻ. നമ്മുടെ പത്രപ്രവർത്തന രംഗവും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ നേതാക്കന്മാരെ ആകെ തന്നെ ഒരു കൂട്ടായ ധാരണയിൽ തീരുമാനങ്ങൾ എത്തിച്ചേരണം. ഞാൻ സത്യത്തോടാണ് നീതി പുലർത്തുക എന്നവർ നിലപാട് സ്വീകരിക്കണം. പക്ഷേ അത് അപ്രായോഗികമാണെന്നാണ് ഇന്നത്തെ അനുഭവം നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ എന്തു വേണം? നമ്മൾ സാധാരണക്കാരായ പ്രായപൂർത്തിയായിട്ടുള്ളവർ, സ്വബുദ്ധിയുള്ളവർ നമ്മൾ എന്ത് ചെയ്യണം? ഈ നേതാക്കന്മാരെയും, ഏത് രാഷ്ട്രീയ പാർട്ടിയും നിർബന്ധമില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയും, എല്ലാ മാധ്യമങ്ങളെയും നമ്മൾ, ദൃശ്യമാധ്യമമായാൽ മറ്റ് സോഷ്യൽ മീഡിയ ആയാലും ഒക്കെ എല്ലാ മാധ്യമങ്ങളെയും നമ്മൾ നിരീക്ഷണത്തിന് വിധേയമാക്കി ആരാണ് നുണ പറയുന്നവൻ, ആരാണ് കള്ളം പറയുന്നവൻ, ആരാണ് സത്യം പറയുന്ന പത്രം, ഏതാണ് സത്യം പറയുന്ന ചാനൽ എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടി അതിന് വിനിയോഗിക്കേണ്ടിയിരിക്കുന്നു. സത്യവുമായി ബന്ധപ്പെട്ട് സത്യം ആണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മോട് പറയും, സത്യത്തിന് നിരക്കുന്ന രൂപത്തിൽ ജീവിച്ചു വന്നാൽ നമ്മളിൽ ഒത്തിരി സിദ്ധി വൈഭവങ്ങളുണ്ടാവും, ഒത്തിരി സിദ്ധി തന്നെ നമ്മളിൽ നിന്ന് ഉയർന്നു വരുമെന്നാണ് നമ്മുടെ ഈ ഋഷീശ്വരന്മാർ പറയുന്നത്. നാം എന്താണ് കാരണം? അവർ പറയുന്നവരുടെ വ്യാഖ്യാനം നമ്മുടെ മനസാക്ഷിയോട്, നമ്മുടെ സ്വന്തം ആത്മാവിനോട്, നമ്മുടെ മനുഷ്യത്വമായി നിലനിൽക്കുന്ന നമ്മുടെ ജീവാത്മാവിനോട് നമ്മൾ യഥാർത്ഥത്തിൽ കള്ളം പറയുകയാണെങ്കിൽ അതിനോട് കാണിക്കുന്ന അനീതിയാണ്, വഞ്ചനയാണ്. ആ മനുഷ്യൻ പൂർണ്ണനാകുന്നില്ല എന്നാണ് ആ വിശ്വാസമുള്ള നമ്മുടെ ഋഷീശ്വരന്മാർ, മഹർഷിമാർ, നമ്മുടെ ഫിലോസഫർമാർ ഒക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളായി മാറണമെങ്കിൽ, നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടണമെങ്കിൽ, നമ്മുടെ വ്യക്തിത്വം ചിട്ടപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ഇൻഡിവിഡ്വാലിറ്റി എന്നൊക്കെ നമ്മൾ വാനോളം പ്രശംസിക്കുമല്ലോ. അതൊക്കെ എങ്ങനെയാണ് രൂപപ്പെടുക?
ഞാനിത് സൂചിപ്പിച്ചു വരുന്നതിൻ്റെ കാര്യം, ഇത് നമ്മുടെ നിത്യേന നമ്മുടെ വാർത്താ ചാനലുകൾ കാണുമ്പോൾ, ചാനൽ ചർച്ചകൾ കാണുമ്പോൾ പരമപുച്ഛം തോന്നുകയാണ്. പരമപുച്ഛം. ഓരോ രാഷ്ട്രീയ പാർട്ടികളും ജയിക്കാൻ വേണ്ടി വാദിക്കുകയാണ് അവിടെ. ഈ ജയിക്കാൻ വാദിക്കുമ്പോൾ സത്യം പറഞ്ഞുകൊണ്ടല്ല, മൃഗീയ ഭൂരിപക്ഷ സമയവും അവർ ചെലവഴിക്കുന്നത് അസത്യം പറയാനാണ്. നമ്മൾ തന്നെ ഇതിനു മുമ്പ് അറിഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമായ വസ്തുതകൾക്ക് ഘടകവിരുദ്ധമായി കള്ളം പറയുന്നതിന് ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നവർ വലിയ വിദ്വാൻമാരാണെന്നാണ് അവരുടെയൊക്കെ ചിന്തയും ചർച്ചയും കേൾക്കുമ്പോൾ മനസ്സിലാകുക. പരമപുച്ഛമാണ് ജനത്തിന്. എനിക്ക് പരമപുച്ഛമാണ് തോന്നുക. സത്യം പറയട്ടെ, സത്യം പറയുന്നവരുടെ കൂടെ നിൽക്കും ഈ ശ്രോതാക്കളായിട്ടുള്ളവർ, ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർ. സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറുള്ളൂ. പക്ഷേ അവരുടെ രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നത്, അവരുടെ രാഷ്ട്രീയ മുന്നണി ചെയ്യുന്നത് അതാണ് എല്ലാം ശരിയെന്ന് സ്ഥാപിക്കുമ്പോൾ, ശരിയാണെങ്കിൽ ശരിയെന്ന് സ്ഥാപിച്ചു, തെറ്റില്ല. പക്ഷേ അങ്ങനെയല്ല. ശരിയല്ലാത്ത കാര്യങ്ങളും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത് അതൊരു ശരിയായ കീഴ്വഴക്കമല്ല. ഞാൻ സൂചിപ്പിച്ചു വരുന്നതിൻ്റെ കാര്യം, ചാനൽ ചർച്ചയ്ക്ക് വരുന്നവർ, ചാനലിൽ വാർത്തകൾ വായിക്കുന്നവർ, അതുപോലെ തന്നെ പത്രങ്ങളിൽ എഴുതുന്നവർ, അവരൊക്കെ ഇന്ന് പലരും ചെയ്യുന്നത് സത്യത്തോട് പുറംതിരിഞ്ഞ് നിന്നുകൊണ്ട്, മുഖം തിരിച്ചു നിർത്തിക്കൊണ്ട്, അവരുടെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന നിർദ്ദേശത്തിനനുസരിച്ച് വസ്തുതകളെ മറച്ചുവെച്ച്, സത്യത്തെ മറച്ചുവെച്ച്, യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് കള്ളപ്രചരണങ്ങൾ നടത്തിയാൽ അതിനർത്ഥം ഇവരെയെല്ലാം ബഹിഷ്കരിക്കുന്നൊരു കാലം നമുക്ക് എത്തിച്ചേരും. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് സത്യം പറയുന്ന നേതാക്കന്മാരുള്ളത്? ഏത് നേതാവാണ് സത്യം പറയുന്നത്? ഏത് ചാനലാണ് സത്യം പറയുന്നത്? ഏത് പത്രമാണ് സത്യം പറയുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. കണ്ടെത്തി ആ പ്രഭാത ദിനപത്രമേ വരുത്താവൂ, ആ ചാനലേ നമ്മൾ ഓപ്പൺ ചെയ്ത് വാർത്താ ചാനൽ കാണാവൂ, ആ നേതാവിനെ അംഗീകരിക്കാവൂ, ആ രാഷ്ട്രീയ പാർട്ടിയെ അംഗീകരിക്കാവൂ എന്ന തീരുമാനത്തിലേക്ക് ഞാനും നിങ്ങളും എത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മളിലൂടെ ഉണ്ടാകുന്ന ആ മാറ്റം, നമ്മളാണല്ലോ ഇരകൾ. ഈ കള്ളം പറയാൻ, നുണ പറയാൻ, ഒരിക്കലും നട്ടാക്കുറുക്കാത്ത നുണ പറഞ്ഞു പിടിപ്പിക്കാൻ വരുന്നവർ, അവർക്ക് പോലും അവരുടെ ഇരകൾ നമ്മളാണ്. അതുകൊണ്ട് ഇരകൾ അവരെ തിരിച്ചറിയുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സുദിനം നമുക്കുണ്ടാവണം. ആ സുദിനം മുന്നോട്ട് വർഷങ്ങളായി നമ്മുടെ ശിഷ്ടകാലങ്ങളും നീങ്ങിപ്പോകണം. അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ഈ കള്ളത്തരം പറയുന്നവർ, കള്ളം പറയാൻ വാവിളിക്കുന്നവർ, നാക്ക് വളച്ചാൽ നുണ പറയുന്നവർ, അതുപോലെ പേരെടുത്താൽ നുണ എഴുതുന്നവർ, കള്ളം എഴുതുന്നവർ, അതുപോലെ തന്നെ നമ്മളെ നുണ പറഞ്ഞ് പ്രസംഗിപ്പിച്ച് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, അങ്ങനെയുള്ളവരെ മുഴുവൻ നമുക്ക് ഒറ്റപ്പെടുത്താനും അവരുടെ ആ ശൈലി സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ വരുത്തുവാനും സത്യത്തിൻ്റേതായ ഒരു കാലഘട്ടം ചിട്ടപ്പെടുത്താനും നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനൊരു നാളേക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഞാൻ അഡ്വക്കേറ്റ് കെ എൻ മോഹൻദാസ്.